ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് ഏപ്രിൽ 25-ന് കൊടിയേറും. ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ 25-ാം തീയതി ശനിയാഴ്ച കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കും. വിവിധ ആത്മീയ ആഘോഷ പരിപാടികളോടെ തിരുനാൾ ദിനങ്ങൾ ഭക്തിപൂർവ്വം ആചരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ മെയ് 1-ാം തീയതി വെള്ളിയാഴ്ച നടത്തപ്പെടും. അന്നേ ദിവസം വിശുദ്ധന്റെ രൂപത്തിൽ സ്വർണ്ണാഭരണം അണിയിക്കുന്ന ചടങ്ങും രൂപം എഴുന്നള്ളിക്കുന്ന ചടങ്ങുകളും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തപ്പെടും. മെയ് 3-ാം തീയതി ഞായറാഴ്ച ആഘോഷമായ വേസ്പരയും നടക്കും. തിരുനാൾ ദിനമായ മെയ് 4-ാം തീയതി വിശുദ്ധന്റെ തിരുസ്വരൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വെക്കുകയും ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാന നടത്തപ്പെടുകയും ചെയ്യും. തുടർന്ന് രാത്രി 10:30-ക്ക് വിശുദ്ധന്റെ തിരുസ്വരൂപം പഴയ പള്ളിയിലേക്ക് എടുത്തുവെക്കും. 8-ാം ഇടം തിരുനാളായ മെയ് 11-ാം തീയതി ആഘോഷമായ പാട്ടുകുർബാനയും തിരുസ്വരൂപം വീണ്ടും പന്തലിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുകളും നടത്തപ്പെടും. മെയ് 15-ാം തീയതി കൊടിയിറക്കത്തോടെ തിരുനാൾ സമാപിക്കും. തിരുനാളിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വികാരി ഫാദർ ജേക്കബ് പുതുശ്ശേരി അറിയിച്ചു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിപുരാതനമായ ദേവാലയമാണ് എടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന ദേവാലയം. AD 593-ൽ നസ്രാണി പാരമ്പര്യം അനുസരിച്ച് മർത്ത മറിയത്തിൻ്റെ നാമത്തിൽ ആരംഭിച്ച ഈ ദേവാലയം ഇന്ന് 1433 വർഷത്തെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നു. ഈ ഇടവകയിലെ പ്രധാന തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് നാളെ 25-ാം തീയതി ഏപ്രിൽ 25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആഘോഷമായി തിരുനാൾ കൊടിയേറുകയാണ്. തിരുനാൾ കൊടിയേറ്റം മുതൽ മെയ് മാസം 15 വരെ എല്ലാ ദിവസവും തിരുനാളിൻ്റെ തിരുക്രമങ്ങളായി ആഘോഷപൂർവ്വം വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഈ ദേവാലയത്തിൽ കൊണ്ടാടുന്നു. ഈ ദേവാലയത്തിലെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കോഴി നേർച്ചയാണ്. അതുപോലെ തന്നെ ആഘോഷമായ പ്രദക്ഷിണവും. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചുകൊണ്ട് തിന്മയുടെ ശക്തികളിൽ നിന്ന്, പ്രത്യേകിച്ച് പാമ്പിൽ നിന്ന്, മറ്റു വ്യാളികളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി ആളുകൾ തങ്ങളുടെ ഭവനങ്ങളിൽ വളർത്തുന്ന കോഴികളെ ഇവിടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ച് നേർച്ചയായി സമർപ്പിക്കുകയും ചുരുക്കം ചിലർ അത് ഇവിടെ തന്നെ പാകം ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഈ ദേവാലയത്തിലുണ്ട്. വിശുദ്ധ ഗീവർഗീസ് തിന്മയുടെ ശക്തികളിൽ നിന്ന് മറ്റുള്ളവരെ മോചിപ്പിച്ചതിൻ്റെ അടയാളമായി ഉപയോഗിക്കുന്ന വേൽ നേർച്ചയായി എടുത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു പാരമ്പര്യവും ഈ ദേവാലയത്തിലുണ്ട്. 10,000-കണക്കിന് ആളുകൾ വന്ന് പങ്കുചേരുന്ന ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തിരുനാളിൻ്റെ പ്രധാന തിരുക്കർമ്മങ്ങൾ നടക്കുന്നത് മെയ് 1-ാം തീയതിയും 8-ാം ഇടം ആഘോഷമായി നടക്കുന്നത് മെയ് 10-ഉം 11-ഉം ദിവസങ്ങളിലുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴിയായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ.